എന്തെങ്കിലും നിങ്ങൾ ഉദ്ദേശിക്കാത്തത്, നിങ്ങൾ ആഗ്രഹിക്കാത്ത വിപത്തുകൾ നിങ്ങൾക്ക് സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറയരുത്. എങ്ങനെ? ലൗ അന്നി ഫഅൽതു കദാ വകദാ, ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇത് ഇങ്ങനെ ആകുമായിരുന്നില്ലല്ലോ. അത് ചെയ്യരുത്. നിങ്ങൾ ആദ്യം കറക്റ്റല്ലേ ചെയ്തത്, ആ ചെയ്തത് കറക്റ്റാണ്. നിങ്ങൾ പറയാം, നമ്മളിപ്പോൾ എമിറേറ്റ്സ് റോട്ടിൽ നിന്ന് പോയാൽ മതിയായിരുന്നു, നമ്മളാ പിന്നെ മുഹമ്മദ് സായദ് റോഡിലാണ് പോയത്, അല്ലെങ്കിൽ ഷെയ്ജാർ റോഡിലൂടെ പോയത്, ഇപ്പുറത്തുകൂടെ പോയാൽ മതിയായിരുന്നു. നിങ്ങളത് ആദ്യം പോയത് നല്ല പ്ലാനിങ്ങിൽ പോയതല്ലേ, പിന്നെ സംഭവിച്ചത് അള്ളാഹുവിൻ്റെ ഖളാ ആണ്. ലൗ അന്നി ഫഅൽതു കദാ ലകാന കദാ വകദാ, ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ അത് ഇങ്ങനെ ആകുമായിരുന്നല്ലോ എന്ന് പറയരുത്. വലാകിൻ ഖുൽ, നിങ്ങൾ പറയണം ഖദ്ദറല്ലാഹു വമാ ശാഅ ഫഅൽ, അതാ പറയേണ്ടത്. ഖദ്ദറല്ലാഹു വമാ ശാഅ ഫഅൽ, അല്ലാഹു തീരുമാനിച്ചു, ആ തീരുമാനിച്ചത് സംഭവിച്ചു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, കുട്ടി മരിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ പറയാം, ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ടില്ലായിരുന്നു, ഇവിടെ ആണെങ്കിൽ ഇപ്പോൾ രക്ഷപ്പെട്ടേനെ. നിങ്ങൾ അവിടെ ചെല്ലുമ്പോഴാകാരം പറയാം, ഇവിടെ സർജൻ ഇന്ന് ലീവാട്ടോ എന്ന്. നിങ്ങൾ എവിടെ പോയി, നിങ്ങൾക്ക് ഏറ്റവും നിയറസ്റ്റ് നിങ്ങൾ വിശ്വസിക്കാവുന്ന ഒരിടത്ത് നിങ്ങൾ എത്തിച്ചില്ലേ, ബാക്കി അള്ളാഹുവിൻ്റെ ഖളാ ആണ്. പിന്നെ ഡോക്ടറെ കുറ്റം പറയരുത്. അവർ അനാസ്ഥ കാണിക്കുകയോ അല്ലെങ്കിൽ ഡെലിബറേറ്റ് നെഗ്ലിജൻസ് ഉണ്ടാവുകയോ ചെയ്താൽ അത് മറ്റൊരു വിഷയം, അതിന് ലീഗൽ ആക്ഷൻ നടന്നോട്ടെ. പക്ഷേ നമ്മുടെ ഖൽബിൽ അള്ളാഹു അങ്ങനെ ആയിരിക്കും വിധിച്ചിട്ടുണ്ടാവുക. എൻ്റെ കുട്ടിയുടെ ജീവൻ അള്ളാഹിൻ്റെ കയ്യിലാണ്. അതൊരു പക്ഷേ ഇങ്ങനെ ഒരു വിപത്തിലൂടെ ആയിരിക്കണം ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ ഖളാ. ഖദ്ദറല്ലാഹു വമാ ശാഅ ഫഅൽ, അള്ളാഹു തീരുമാനിച്ചു, അവൻ ഉദ്ദേശിച്ചത് അള്ളാഹു നടത്തുകയും ചെയ്തു. ഫഇന്ന ലൗ തഫ്തഹു അമല ശൈത്വാൻ, ഹാദൈ, ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്ന ലൗ എന്ന വാക്ക്, ഞാൻ അങ്ങനെ ചെയ്തിരുന്നു, ഈഫ്, ഇംഗ്ലീഷിൽ ഈഫ് എന്ന് പറയാം. If I had done that, it wouldn't be like that. ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അങ്ങനെ ആകുമായിരുന്നില്ല എന്ന് പറയുന്ന ലൗ എന്ന അറബിയിലെ വാക്ക് തഫ്തഹു അമല ശൈത്വാൻ, അത് പിശാചിന് വഴി തുറക്കും. അപ്പോൾ പിശാച് വരും. കണ്ടില്ലേ, ഞാനിവിടെ അപ്പോഴും പറഞ്ഞതല്ലേ. അങ്ങനെ വന്നാൽ പിശാച് നിങ്ങളോട് പറയും, നിങ്ങളുടെ പ്ലാനിങ്ങിലാണ് കാര്യം നടക്കുന്നത്, അള്ളാഹിൻ്റെ ഖളായിലല്ല എന്ന് നിങ്ങളെ കൊണ്ടവന് വിശ്വസിപ്പിക്കും. അതാണ് അതിൻ്റെ ഉള്ളിലൂടെ ഉണ്ടാവുക. നിങ്ങളുടെ പ്ലാനിങ്ങിലാണ് കാര്യങ്ങൾ കടന്നിരുന്നത്, നിങ്ങളുടെ പ്ലാനിങ് മാറിയപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചത്. അള്ളാഹുവിൻ്റെ ഖളായിൽ നിന്ന് നിങ്ങളുടെ മനസ്സിനെ മാറ്റിമറിക്കാൻ പിശാചിന് ആ വാക്കിലൂടെ കഴിയും. ഖാഷ് മൈ ഐസേ കർത്ത, ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഈ ഐസേ നഹി ഹോത്ത, ഇതിങ്ങനെ ആകുമായിരുന്നില്ലല്ലോ. അങ്ങനെ പറയരുത്, ഒരു ഖാഷ് പറയണ്ട. If it had been like that, അങ്ങനെയൊന്നും പറയണ്ട. ഖദ്ദറല്ലാഹ്, അല്ലാഹു തഖ്ദീർ ചെയ്തു. വമാ ശാഅ ഫഅൽ, അല്ലാഹ് preordained and what he willed, so it happened. അല്ലാഹു എന്താണോ ആഗ്രഹിച്ചത് അതുപോലെ സംഭവിച്ചു. ഇതാണ് തവക്കുലിന് ഒരു മുഅ്മിനായ മനുഷ്യൻ പറയേണ്ട വാക്ക്. ഇതാണ് ഖദ്ദറല്ലാഹു വമാ ശാഅ ഫഅൽ. അപ്പോൾ മുസീബത്തുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളിത് പ്രത്യേകം പറയണം. ഖദ്ദറല്ലാഹു വമാ ശാഅ ഫഅൽ, അല്ലാഹു തീരുമാനിച്ചു, അവൻ ഉദ്ദേശിച്ചത് അല്ലാഹു ചെയ്തു. നമുക്കൊന്നും നമ്മുടെ ഔട്ട് ഓഫ് ഹാൻഡ് ആണത്. ഖദ്ദറല്ലാഹു വമാ ശാഅ ഫഅൽ, അല്ലാഹു തീരുമാനിച്ചത് സംഭവിച്ചു. ഇതാണ് നിങ്ങൾ പറയേണ്ടത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാം നടത്തുന്നതും നിയന്ത്രിക്കുന്നതും അല്ലാഹു ജല്ല ജലാലുവിൻ്റെ കരങ്ങളിലാണ്. അല്ലാഹു നമുക്ക് തവക്കുൽ നൽകട്ടെ, അല്ലാഹുവിലേക്ക് മനസ്സ് നൽകാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ.